എത്ര വില കൂടിയതും ബോഡി ഷേപ്പിന് ചേരുന്നതുമായുള്ള ഡ്രസ്സ് വാങ്ങിയിട്ടും അതിന്റെ കൂടെ എന്തെങ്കിലും ഓർണമെന്റ്സ് പെയർ ചെയ്യുമ്പോൾ അത് തീരെ പോരാത്ത പോലെ അല്ലെങ്കിൽ തീരെ ചേരാത്ത പോലെ ഇരിക്കാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ പ്രശ്നം നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ആക്സസറീസ് യൂസ് ചെയ്യാത്തതിന്റെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെ പറ്റിയാണ്. വെൽക്കം ബാക്ക് ടു വീണ സുന്നച്ചൽ. ഞാൻ വീണ. പ്രൊഫഷണൽ വൈസ് ഞാനൊരു സർട്ടിഫൈഡ് ഇമേജ് കൺസൾട്ടന്റ് ആൻഡ് പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇമേജ് മേക്ക് ഓവേഴ്സിനോ അല്ലെങ്കിൽ സ്റ്റൈലിംഗ് സർവീസസിനോ എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ മടിക്കേണ്ട. ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐ ഡിയും അതോടൊപ്പം തന്നെ എൻ്റെ മെയിൽ ഐ ഡിയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആക്സസറീസ് എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മളുടെ ഇയർ റിങ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ നെക്ക് പീസസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സൺ ഗ്ലാസസ് അല്ലെങ്കിൽ നോർമൽ ഗ്ലാസസ് ഉണ്ട്, നമ്മളുടെ ഫുഡ് വെയർ ഉണ്ട്, നമ്മളുടെ ബാഗ് ഉണ്ട്, നമ്മളുടെ ബാങ്കിൾസ് ഉണ്ട്, വാച്ച് ഉണ്ട്. അതെല്ലാം കൂടി ചേരുന്നതാണ് ആക്സസറീസ്. അപ്പൊ അതിന് നമ്മൾ ആദ്യം നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ അല്ലെങ്കിൽ നമ്മുടെ ഫേസിന്റെ വിഷ്വൽ വെയിറ്റ് എത്രയാണെന്നുള്ളതാണ്. വിഷ്വൽ വെയിറ്റ് എന്ന് പറയുന്നത് ശരിക്കും നമ്മളുടെ ബോഡിയുടെ ആണെങ്കിലും നമ്മളുടെ ഫേസിന്റെ ആണെങ്കിലും ആ ബോൺ ഫീച്ചേഴ്സ് ഒക്കെ കാണുന്ന രീതിയിൽ ഭയങ്കര സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ബോഡി ഷേപ്പിൽ അല്ലെങ്കിൽ ഫേസ് ഷേപ്പിൽ ഇരിക്കുന്നതിനെയാണ് നമ്മൾ വിഷ്വൽ വെയിറ്റ് എന്ന് പറയുന്നത്. വിഷ്വൽ വെയിറ്റ് കൂടുതലുള്ള ഫേസ് ഒക്കെ ആണെങ്കിൽ, അതായത് ജോ ലൈൻസ് അല്ലെങ്കിൽ ഈ ഇവിടുത്തെയുള്ള ബോൺസ് ഇതൊക്കെ നല്ല സ്ട്രക്ചേർഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ആ ആൾക്കാരുടെ വിഷ്വൽ വെയിറ്റ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്കാണ് വിഷ്വൽ പ്രസൻസ് കൂടിയ ആക്സസറീസ് ഇടുമ്പോൾ നന്നാവുള്ളൂ. അതായത് വിഷ്വൽ പ്രസൻസ് കൂടിയതെന്ന് വെച്ചാൽ ഒന്നുകിൽ ഭയങ്കര സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ആക്സസറി, കമ്മലൊക്കെ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് പീസസ് ആയിട്ട് നിൽക്കില്ലേ, കുറച്ച് എടുത്ത് നിൽക്കും. അതായത് അതിന്റെ കളർ കുറച്ച് കൂടുതലായിരിക്കും, അത് കുറച്ച് കാണുന്ന രീതിയിലായിരിക്കും, അത് കുറച്ച് ഹെവി ആയിരിക്കും. അങ്ങനെ കുറച്ച് വലുതായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇയറിങ്സ് എന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ അതിന്റെ വിഷ്വൽ പ്രസൻസ് എന്ന് പറഞ്ഞത് ഹൈ ആയിരിക്കും. അപ്പോൾ ഈ സ്ട്രക്ചേർഡ് ഫീച്ചേഴ്സ് ഉള്ള ആൾക്കാർക്ക് ഇങ്ങനെ സ്ട്രോങ് വിഷ്വൽ പ്രസൻസ് ഉള്ള ഇയറിങ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് കോംപ്ലിമെന്റ് ചെയ്യും. കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിൽ പലരും വിചാരിക്കുന്നത് വലിയ ചബ്ബി ആയിട്ടുള്ള ഫേസ് ആണ് ഉള്ളതെങ്കിൽ വലിയ ഇയറിങ്സ് യൂസ് ചെയ്യാൻ പാടില്ല, ചെറുതായിരിക്കണം എന്നാണ് നമ്മളിൽ പലരും വിചാരിക്കാറുള്ളത്. പക്ഷെ അങ്ങനെയല്ല. ഭയങ്കര ചബ്ബി ആയിട്ടുള്ള ഫേസ് ഉള്ളവർക്ക് വിഷ്വൽ വെയിറ്റ് കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ, അതായത് കാണുമ്പോൾ പ്രസൻസ് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ട്രോങ് വിഷ്വൽ പ്രസൻസ് ഉള്ള ഇയറിങ്സ് ഇട്ടാൽ മാത്രമേ അവർക്ക് കൂടുതൽ ഭംഗി ഉണ്ടാവുള്ളൂ. അതേപോലെ നല്ല ഷാർപ്പ് ഫീച്ചേഴ്സ് ഉള്ള ഫേസ് ആണെങ്കിലും ഈ സ്ട്രോങ് വിഷ്വൽ പ്രസൻസ് ഉള്ള ഇയറിങ്സ് ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് കോംപ്ലിമെന്റ് ചെയ്യും. പക്ഷെ അതേസമയം നമ്മളുടെ ഫേസിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ഭയങ്കര സോഫ്റ്റ് ആണെന്നിരിക്കട്ടെ, അതായത് ഭയങ്കര ഷേപ്പ് ഭയങ്കര കേർവ്ഡ് ആയിട്ട് ഭയങ്കര സോഫ്റ്റ് ഫീച്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് സ്ട്രോങ് വിഷ്വൽ പ്രസൻസ് ഉള്ള ഇയറിങ്സ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അവർക്കത് ഭയങ്കര ക്ലംസി ആയിട്ട് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ കുറച്ച് ഓവറായിട്ട് ഫീൽ ചെയ്യും. വലുതൊക്കെ ആണെങ്കിൽ അവരുടെ കാതിൽ അത് എടുത്ത് നിൽക്കും. അങ്ങനെയുള്ളവർക്ക് അത് തീരെ ചേരില്ല. പക്ഷെ ഇതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സും പേഴ്സണൽ സ്റ്റൈലും അനുസരിച്ചിട്ടുള്ളതാണ്. ഇനി പേഴ്സണൽ സ്റ്റൈലിൽ നിങ്ങളുടെ ഈവൻ സോഫ്റ്റ് ഫീച്ചേഴ്സ് ആണെങ്കിലും വലിയ ഇയറിങ്സ് ഒക്കെ യൂസ് ചെയ്ത് ശീലിച്ചവരാണെങ്കിൽ, അതാണ് പേഴ്സണൽ സ്റ്റൈൽ എന്ന് വിശ്വസിക്കുന്നവരാണെങ്കിൽ, അതാണ് കോൺഫിഡന്റ് എന്ന് വിശ്വസിക്കുന്നവരാണെങ്കിൽ അത് യൂസ് ചെയ്തോളാനാണ് ഞാൻ പറയുക. അതല്ലെങ്കിൽ ഒരു മൊത്തത്തിലൊരു ഹാർമോണിയസ് ബാലൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു റൂള് നോക്കാവുന്നതാണ്. സ്ട്രോങ് വിഷ്വൽ പ്രസൻസ് ഉള്ളതും വീക്ക് വിഷ്വൽ പ്രസൻസ് ഉള്ളതുമായിട്ടുള്ള ഇയറിങ്സിന്റെ സാമ്പിൾസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ വേണ്ടവർക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മളുടെ സ്കിൻ ടോണിനനുസരിച്ചിട്ട് നമ്മൾ ആക്സസറീസ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് വാം ടോൺ ഉള്ളവർക്ക് ഗോൾഡൻ ജ്വല്ലറിയും കൂൾ ടോൺ ഉള്ളവർക്ക് സിൽവർ ജ്വല്ലറിയും ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതൊന്നുമല്ലാത്ത ഒരു റൂൾ എന്ന് പറയുന്നത്, ഇപ്പൊ ബ്ലാക്ക്, വൈറ്റ് അങ്ങനെയുള്ള ഡ്രസ്സസ് ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ സിൽവർ ആയാലും ഗോൾഡ് ആയാലും നിങ്ങൾ സ്കിൻ ടോൺ നോക്കാതെ തന്നെ ആ ഡ്രസ്സിന്റെ കൂടെ കോംപ്ലിമെന്റ് ചെയ്ത് പോകും. അതേസമയം ഇപ്പൊ കളേർഡ് ആയിട്ടുള്ള ഡ്രസ്സസ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ഒന്നുകിൽ ആ കളറിന് കോംപ്ലിമെന്റ് ചെയ്യുന്ന മറ്റൊരു കളർ, അതായത് ഇപ്പോൾ യെല്ലോ ആണെങ്കിൽ പേർപ്പിൾ, അതല്ലെങ്കിൽ റെഡ് ആണെങ്കിൽ ഗ്രീൻ, അങ്ങനെയൊക്കെയുള്ള കോംപ്ലിമെന്ററി കളേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. ഇനി അതുമല്ലെങ്കിൽ ഡ്രസ്സിനകത്ത് എവിടെയെങ്കിലും ഗോൾഡൻ ബെൽറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹാങ്ങിങ്സോ അല്ലെങ്കിൽ ബാഗിൻ്റെ അകത്ത് എവിടെയെങ്കിലും ഗോൾഡൻ ഡീറ്റെയിൽസോ അങ്ങനെ എന്തെങ്കിലും ഗോൾഡൻ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഒരു ഇയറിംഗ് ഇടുന്ന സമയത്ത് ഗോൾഡൻ ഇയറിംഗ് പെയർ ചെയ്യാവുന്നതാണ്. അതേപോലെ ഡ്രസ്സിനകത്ത് എവിടെയെങ്കിലും ഒരു സിൽവർ എലമെന്റ് ആണുള്ളത് അല്ലെങ്കിൽ എന്തെങ്കിലും സീക്വൻഷ്യൽ സിൽവർ എലമെന്റ്സ് ഉണ്ട്. ഇനി ബാഗിൻ്റെ അകത്താണെങ്കിൽ
ഈവൻ ആ സിപ്പ് ക്ലോഷർ എന്ന് പറയുന്നത്, സിപ്പ് ക്ലോഷർ ഇപ്പോൾ സിൽവർ ആണെങ്കിൽ നമുക്ക് സിൽവർ കളർ ആക്സസറീസ് യൂസ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി ഇത് ഹാർമോണിയസ് ആയിട്ടിരിക്കും. ഇനി അടുത്തതെന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പേസസ്, ഫ്രീ സ്പേസസ് ഈ എലമെന്റ്സിന്റെ ഒക്കെ ഇടയിൽ നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. ആക്സസറീസ് ചെയ്യുമ്പോൾ ഫ്രീ സ്പേസ് കറക്റ്റ് ആയിട്ട് കൊടുത്തിരിക്കണം. എന്നാൽ മാത്രമേ ഒരു ഭയങ്കര ഒരു ഹാർമോണിയസ് ആയിട്ട് ആ ലുക്ക് കംപ്ലീറ്റ് ആയിട്ട് തോന്നുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ മെയിനായിട്ട് എടുക്കുന്ന ഒരു റൂൾ എന്ന് പറയുന്നത് ഒരു പാർട്ടീഷൻ മെത്തേഡ് എന്ന് പറയാം. അപ്പോൾ പാർട്ടീഷൻ മെത്തേഡിൽ നമുക്ക് നമ്മുടെ ഫേസിനെ തന്നെ രണ്ടായിട്ട് വേണമെങ്കിൽ തിരിക്കാം. അതായത് ഇത് ഈ നോസിൻ്റെ മുകളിലേക്ക് വരുന്നത് ഒരു അപ്പർ പാർട്ടായിട്ടും താഴേക്ക് വരുന്നത് ഒരു ലോവർ പാർട്ടായിട്ടും നമുക്കതിനെ തിരിക്കാം. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ആക്സസറി ഓരോ സ്ഥലത്തേക്കും കൊടുക്കുക. അപ്പർ പാർട്ടിൽ ഇപ്പോൾ ഒരു ക്യാപ്പാണ് വെക്കുന്നതെങ്കിൽ ക്യാപ്പിൻ്റെ കൂടെ സൺഗ്ലാസ് വെക്കാതിരിക്കുക. ഇനി അതല്ലെങ്കിൽ ലോവർ പാർട്ടിൽ ഇപ്പോൾ വലിയൊരു ഇയറിംഗ് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ കഴുത്തിൽ ഒരു ഷോള് ചുറ്റാതിരിക്കുക, ഒരു സ്കാർഫ് പോലെ അത് ചുറ്റാതിരിക്കുക. അങ്ങനെയൊക്കെയുള്ള റൂൾസ് ശ്രദ്ധിച്ചാൽ കുറച്ചും കൂടി ആ ഒരു ലുക്ക് ഭയങ്കര പുട്ടുകുതർ ലുക്കായിട്ടിരിക്കും. ഇനി നോർമൽ ഗ്ലാസ് വെക്കുന്നവരാണ് എന്ന് തന്നെ ഇരിക്കട്ടെ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എത്തരത്തിലുള്ള ഇയറിങ്സ് ആണ് ചേരുക എന്നുള്ളത്, ഇപ്പം നമ്മൾ ഷെൽ ഗ്ലാസ്സസ് ഉണ്ടല്ലോ, അതായത് കുറച്ച് കട്ടിയുള്ള ഫ്രെയിമുള്ള ഗ്ലാസ് ആണ് നമ്മൾ ഫേസിൽ വെക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ കുറച്ച് ഭയങ്കര ലെങ്തി ആയ, ഭയങ്കര ഇലോങ്ങേറ്റഡ് ആയ, ഭയങ്കര ക്ലംസി ആയ, ഭയങ്കര സ്ട്രോങ് വിഷ്വൽ പ്രസൻസ് ഉള്ള ഒരു ഇയറിംഗ് ഒരിക്കലും ചൂസ് ചെയ്യാതിരിക്കുക. കുറച്ചും കൂടെ സട്ടിലായ, കുറച്ചും കൂടെ ഡെയിൻറ്റി ജ്വല്ലറി എന്ന് പറയും, അങ്ങനെയുള്ള സ്റ്റഡ് പോലെയുള്ള ആക്സസറീസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി ഹാർമോണിയസ് ബാലൻസിലിരിക്കും. ഇനി ഈ പറയുന്ന പോലെ വലിയ ഇയറിംഗ് ആണ് അല്ലെങ്കിൽ സ്ട്രോങ് വിഷ്വൽ പ്രസൻസ് ഉള്ള ഇയറിംഗ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ചുകൂടി ഒരു റിംലെസ് ഫ്രെയിം, അതായത് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഫ്രെയിം, അങ്ങനെയുള്ള ഫ്രെയിംസ് ചൂസ് ചെയ്താൽ കുറച്ചും കൂടെ നല്ല ഭംഗി ഉണ്ടാവും. നെക്സ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഡ്രസ്സ് സെലക്ട് ചെയ്യുമ്പോൾ, അതായത് കുറച്ചും കൂടി ഈ നിറ്റഡ് ഫാബ്രിക് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഭയങ്കര ടെക്സ്ചർ ഉള്ള ഫാബ്രിക്, അങ്ങനെ സ്ട്രോങ് വിഷ്വൽ പ്രസൻസ് ഉള്ള ഫാബ്രിക് ആണെങ്കിൽ, അതായത് നമ്മൾ നേരെ നോക്കുമ്പോൾ ടെക്സ്ചറിലേക്കാണ് കണ്ണ് പോകുന്നതെങ്കിൽ അല്ലെങ്കിൽ ആ ഡിസൈനിലേക്കാണ് കണ്ണ് പോകുന്നതെങ്കിൽ സട്ടിലായിട്ടുള്ള വിഷ്വൽ പ്രസൻസ് ഉള്ള ആക്സസറീസ് ചൂസ് ചെയ്യുക. അതായത് വളരെ സട്ടിലായ, ലൈറ്റായ, അധികം നല്ല ഡെലിക്കേറ്റ് ആയ അങ്ങനെയുള്ള ആക്സസറീസ് അതിൻ്റെ കൂടെ ചൂസ് ചെയ്യുക. അപ്പോൾ ഒരുപാട് ക്ലംസി ലുക്ക് വരില്ല. ഇനി അതല്ല, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്, നമ്മളുടെ ഷിഫോൺ പോലെ, നെറ്റ് പോലെ അങ്ങനെയുള്ള ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടി ഇയറിങ്സിലും അതുപോലെ തന്നെ നെക്ക് പീസസിലും ഒക്കെ കുറച്ചും കൂടി സ്ട്രോങ് വിഷ്വൽ പ്രസൻസ് ഉള്ള ആക്സസറീസ് യൂസ് ചെയ്യാം. ഇനി എപ്പോഴും എല്ലാവരും കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരേ സമയം സ്ട്രോങ് വിഷ്വൽ പ്രസൻസ് ഉള്ള രണ്ട് ആക്സസറീസ് അടുപ്പിച്ച് യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അതായത് ഭയങ്കര വലിയൊരു ഇയറിങ്ങും അതുപോലെ തന്നെ ഭയങ്കര ചങ്കി ആയിട്ടുള്ളൊരു നെക്ലസും ഒരുമിച്ച് യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും ഒന്നിൽ മാത്രം ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതിനെപ്പറ്റി കൂടുതൽ അറിയേണ്ടവർക്കും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ കൂടുതൽ കൺസേൺ ആയിട്ട് നോക്കുന്ന ആൾക്കാർക്കും എന്നെ ഏത് സമയത്തും റീച്ച് ഔട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ മെയിൽ ഐ ഡിയും അതുപോലെ തന്നെ എൻ്റെ ഇൻസ്റ്റാ ഐ ഡിയും ഞാൻ ഓൾറെഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ടാറ്റാ, ബൈ, ലവ് യു.